ചൂട് ഭയങ്കര ചൂടാണ്. പാലക്കാട് ചൂട് അധികമാണ്. എല്ലാവിടെയും പാലക്കാട്, ചെന്നൈ എന്നല്ല, ചെന്നൈ സ്വതവേ, അതായത് വേറെ സ്ഥലങ്ങളിൽ തണുപ്പായിരിക്കുന്ന സമയത്തും ചെന്നൈ ചൂടാണ്. ചെന്നൈ എപ്പോഴാണ് തണുക്കുക? ചെന്നൈയിൽ മഴ വന്ന് വെള്ളത്തിൽ ചെന്നൈ മുങ്ങിപ്പോകുമ്പോൾ മാത്രമേ ചെന്നൈ തണുക്കാറുള്ളൂ. പക്ഷേ ഞങ്ങൾ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് എൻ്റെ മകൻ അത് കണ്ട് സഹിക്കാതെ എൻ്റെ മകൻ ഈ പ്രാവശ്യം കണ്ട ഒരു പുതിയ പച്ചക്കറി മുറിക്കാനും കഴുകാനും അരി അരിക്കാനും പിന്നെ നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ മാവ് അരയ്ക്കുമല്ലോ, എല്ലാം അരയ്ക്കാനും എല്ലാറ്റിനും നമ്മൾക്കത് ഉപയോഗിക്കാം. ഗ്യാസ് കത്തുമ്പോൾ പറ്റത്തില്ല. അത് നമ്മൾ കുറച്ച് നേരം അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. ഭക്ഷണം കഴിക്കണ്ടേ, ജീവിക്കണ്ടേ. വെയിലുണ്ടെങ്കിലും മഴയുണ്ടെങ്കിലും ചെറുനാരങ്ങ വെള്ളം, മോര് കലക്കിയത്, ഇങ്ങനെ വെള്ളങ്ങൾ എന്തൊക്കെ കിട്ടണോ അതൊക്കെ. ഷുഗർ കൊണ്ട് മധുരം ഒട്ടും പാടില്ല ഇനി. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ ഒരു ഐഡിയ എൻ്റെ മകൻ ഉണ്ടാക്കി തന്നതാ അടുക്കളയിൽ. ഇതിപ്പോൾ എങ്ങനെയാ എടുക്കണ്ടേ എനിക്കറിയുന്നില്ല. വെയിൽ അതാ ഫാൻ ഇട്ടിരിക്കുന്നു. ഫാനിട്ട് തന്നിരിക്കുക. നല്ല രസം. ഇപ്പം അങ്ങനെ ചൂട് അത്രയും അറിയില്ല. നമ്മൾ പച്ചക്കറി മുറിക്കാം. അപ്പോൾ ഇത് ഇവിടെ നമ്മൾക്ക് ഫാൻ ഓടുമ്പോൾ സ്റ്റവ് കത്തിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളെല്ലാം മുറിച്ച് എല്ലാം റെഡിയാക്കിയിട്ട് പെട്ടെന്ന് സ്റ്റവ് കത്തിക്കുക, ഗ്യാസ് കത്തിക്കുക ചെയ്യുക. ഇച്ചിരി നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് വെന്തുരുകിയിട്ടൊക്കെ ചെയ്യണ്ടേ, കഴിക്കണ്ടേ, ജീവിക്കണ്ടേ. എന്താ ചെയ്യാം? എന്തിനാണാവോ സൂര്യഭഗവാൻ ഇങ്ങനെ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്? ഭഗവാനീ കാത്തുകൊള്ളണേ. ലോകാ സമസ്തു സുഖനോ ഭവന്തു. എല്ലാവർക്കും നല്ലത് വരട്ടെ. അത്ര.